നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 10, 2025 വെള്ളി. അങ്ങനെ തുടർച്ചയായി 5 ട്രേഡിംഗ് സെക്ഷനിൽ ഈ ആഴ്ചയിൽ നിഫ്റ്റിക്ക് 25,000 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലനിൽക്കുവാൻ സാധിക്കുകയുണ്ടായി. ഈ ആഴ്ചയിൽ ബുധനാഴ്ച ഒഴികെ ബാക്കി 4 ട്രേഡിംഗ് സെക്ഷനിലും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. TCSന്റെ Q2 റിസൾട്ടിന്റെ പ്രഖ്യാപനം തുടങ്ങി പ്രധാനമായും 5 ഘടകങ്ങൾ കൊണ്ടാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായകമായത്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. തൽഫലമായി നിഫ്റ്റിയുടെ ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച് തന്നെയായിരുന്നു ഇന്നത്തെ ഡേ ലോയും. തുടർന്ന് മാർക്കറ്റിന് ശക്തി ആർജിക്കുവാനും സാധിക്കുകയുണ്ടായി. തൽഫലമായി അതിനെ തുടർന്ന് ഇന്ന് ഒട്ടുമിക്ക സമയത്ത് നിഫ്റ്റി 25,260, 25,320 എന്നീ റേഞ്ചുകൾക്കിടയിൽ നിന്ന് കൺസോളിഡേഷനോട് കൂടിയിട്ടുള്ള ട്രേഡിംഗ് ആയിരുന്നു കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് അതിൻ്റെ ഡേ ഹൈ ആയ 25,330 എന്ന ലെവലിൽ നിന്നും ഉച്ചതിരിഞ്ഞ് 2:40 റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തുടർന്ന് മാർക്കറ്റിൽ ചെറിയ ഫോൾ ഉണ്ടായെങ്കിൽ കൂടിയിട്ടും 103 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,285 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല സെപ്റ്റംബർ 19 ശേഷം ഇതാദ്യമായിട്ടാണ് നിഫ്റ്റി ഇത്രയും ഉയർന്ന നിലയിലും വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. അതേസമയം സെൻസെക്സിന് 328 പോയിന്റുകളുടെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ നിഫ്റ്റി ബാങ്കിന് 417 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം ഫിൻനിഫ്റ്റിക്ക് 117 പോയിന്റുകളുടെ നേട്ടവും ഇന്ന് കൈവരിക്കുവാൻ സാധിച്ചു. മാർക്കറ്റിന് ശക്തി ആർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായി ഇന്ന് NSEയിൽ 1,736 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 1,082 കമ്പനികൾ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. സിബ്ല, SBI, ആക്സിസ് ബാങ്ക്, മാരുതി സുസുക്കി, ബജാജ് ഓട്ടോ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ടാറ്റ സ്റ്റീൽ, TCS, JSW സ്റ്റീൽ, ടെക് മഹീന്ദ്ര, ശ്രീറാം ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് ബോർഡർ മാർക്കറ്റ്സിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് മിഡ് ക്യാപ് ഇൻഡെക്സിനെ മറികടന്നുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനെ തുടർന്ന് സ്മോൾ ക്യാപ്പിന് 0.6% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ BSE മിഡ് ക്യാപ്പിന് 0.3% നേട്ടവും കൈവരിക്കുവാനായി. തുടർച്ചയായി ഏതാനും ട്രേഡിംഗ് സെക്ഷനിലായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന മെറ്റൽസ് സെക്ടറിന് ഇന്ന് നഷ്ടം നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. തൽഫലമായി 0.7% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം ഓട്ടോ, ബാങ്ക്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, PSU ബാങ്ക്, റിയാലിറ്റി, ഫാമ തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടവും കൈവരിക്കുവാനായി. ഇന്ത്യൻ രൂപ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഈ ആഴ്ചയിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് 10 പൈസയുടെ നേട്ടം കൈവരിച്ച് 88.69 എന്ന ലെവലിലാണ് വ്യാപാരവും അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, യെസ് ബാങ്ക്, റിലയൻസ് പവർ തുടങ്ങിയ സ്റ്റോക്കുകളിൽ വോളിയത്തിലും വർധനവ് ഉണ്ടാവുകയുണ്ടായി. മാത്രമല്ല 15%-അടുത്ത് ഇൻട്രാഡേ ബേസിസിൽ ഉയർച്ചയും രേഖപ്പെടുത്തുകയുണ്ടായി. അതുകൂടാതെ ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും US പ്രസിഡന്റും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ഇന്ത്യ-US ട്രേഡ് നെഗോസിയേഷനിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചതിനെ തുടർന്ന് ഇന്ന് ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളിലും 11%-ലേറെ റാലിയും കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി ഇന്നും നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സഹായകമായ 5 ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ ഇന്നലെ TCSന്റെ റിസൾട്ട് വരികയുണ്ടായി. പല അനലിസ്റ്റുകളുടെയും എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെയാണ് TCSന്റെ റിസൾട്ടുകൾ വരികയുണ്ടായത്. എന്നാൽ അതേസമയം മറ്റു പല അനലിസ്റ്റുകളുടെയും എക്സ്പെക്ടേഷൻ ഒത്ത് TCSന്റെ റിസൾട്ടിന് ഉയരുവാനും സാധിക്കുകയുണ്ടായില്ല. എങ്കിലും കുറച്ചേറെ കാലമായിട്ട് സ്ട്രഗിൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന IT മേഖലയിൽ നിന്നും മാത്രമല്ല ഈ പ്രാവശ്യം ഇന്ത്യയിൽ നിന്നും Q2 റിസൾട്ടിന്റെ ആരംഭം പ്രധാനമായും കുറിക്കുകയുണ്ടായത് TCS ആണ്. സോ ഈ പ്രാവശ്യത്തെ Q2 റിസൾട്ടിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഇന്ത്യൻ മാർക്കറ്റിന് TCSന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയുണ്ടായി. ഇന്ന് സ്റ്റോക്കിൽ 1%-ലേറെ ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും TCSന്റെ റിസൾട്ടിന് ഇന്ത്യൻ മാർക്കറ്റിന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കാരണമായി മാറുകയുണ്ടായി.
ലിക്വിഡിറ്റി തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുകയുണ്ടായത്. കാരണം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ IPO ആയിരുന്നു ടാറ്റ ക്യാപിറ്റലിൻ്റെത്. സോ അതിന്റെ സബ്സ്ക്രിപ്ഷനൊക്കെ ക്ലോസ് ആയി 2 ദിവസങ്ങൾക്ക് മുന്നേ. അതുകൂടാതെ LG ഇലക്ട്രോണിക്സ് ഇന്ത്യയുടെ IPO സബ്സ്ക്രിപ്ഷനും ക്ലോസ് ആവുകയുണ്ടായി. ഈ 2 മെഗാ IPOകൾക്ക് ശേഷം ഷെയറുകളുടെ അലോട്ട്മെന്റ് കിട്ടാത്ത മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് അവരുടെ റീഫണ്ട് ഒക്കെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അത് നമ്മുടെ മാർക്കറ്റിന്റെ ലിക്വിഡിറ്റിയെ വർദ്ധിപ്പിക്കുവാൻ കാരണമാവുകയുമുണ്ടായി. സോ രണ്ടാമതായിട്ട് ഇന്ന് അനുഭവപ്പെട്ട ഹൈ ലിക്വിഡിറ്റിയാണ് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സഹായിക്കുകയുണ്ടായത്. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി US പ്രസിഡന്റിനെ ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഫലസ്തീനിലെ ഗാസയിൽ കൊണ്ടുവന്ന സമാധാന നടപടികളെ പ്രശംസിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും വരാൻ പോകുന്ന ആഴ്ചകളിൽ ഇന്ത്യ US ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി വരുമെന്നുള്ള പ്രത്യാശ അദ്ദേഹം പ്രകടിപ്പിച്ചത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായിട്ട് മാറുകയുണ്ടായി. തുടർച്ചയായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും 3 ട്രേഡിംഗ് സെഷനിലുണ്ടായ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ ബൈയിങ് ആണ് നാലാമതായി ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ സഹായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. മാത്രമല്ല തുടർച്ചയായി 3 മാസം ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഹ്യൂജ് എമൗണ്ടിന് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലേഴ്സ് ആയിരുന്നു. എന്നാൽ ഈ മാസം ഒക്ടോബറിൽ ഇന്നലത്തോടുകൂടി 6 ട്രേഡിംഗ് സെക്ഷനുകളിൽ പൂർത്തിയായപ്പോൾ 3 ട്രേഡിംഗ് സെക്ഷനുകളിൽ അവർ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം 3 ട്രേഡിംഗ് സെക്ഷനുകളിൽ ഇന്നലെ വരെ നെറ്റ് ബയേഴ്സ് ആയിട്ട് മാറുകയുണ്ടായി. അതുമാത്രമല്ല നിലവിൽ ആകെ ഈ മാസം ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 672.24 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായുള്ളൂ. കുറേയേറെ കാലങ്ങൾക്ക് ശേഷം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലെ സെല്ലിംഗ് കുറച്ചതും ഇന്നും നമ്മുടെ മാർക്കറ്റിനെയും സഹായിക്കുകയുണ്ടായി. ഇന്ന് ബാങ്കിംഗ് സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ശക്തമായ ബൈയിങ് ആണ് അഞ്ചാമതായി നമ്മുടെ മാർക്കറ്റിനെ സഹായിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. തൽഫലമായി ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സിലുള്ള 11 സ്റ്റോക്കുകളും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായത്. അതുകൂടാതെ ഇന്നൊരു സിംഗിൾ ഡേയിൽ ബാങ്ക് നിഫ്റ്റിക്ക് 417 പോയിന്റുകളിലേറെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. മാത്രമല്ല പല അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം ബാങ്ക് നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 56,500, 56,600 എന്നീ ലെവലുകൾ മറികടക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. സോ ഈ 2 പാരാമീറ്റേഴ്സും ഇന്ന് ബാങ്ക് നിഫ്റ്റിക്ക് മറികടന്നുകൊണ്ട് അതിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചത് ബാങ്ക് നിഫ്റ്റിയിലും ഒരു പോസിറ്റീവ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി. സോ ഈ ഘടകങ്ങൾക്കെല്ലാം പുറമെ ഇന്ന് ഇന്ത്യൻ രൂപ ശക്തിയാർജിച്ചതും മാത്രമല്ല ഇന്നും ഇന്ത്യ വിക്സ് നേരിയ തോതിലാണെങ്കിലും കൂൾ ഓഫ് ആയതും നമ്മുടെ മാർക്കറ്റിനും ഗുണകരമായിട്ട് മാറുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സ്പൈസ് ജെറ്റ് പുതിയ 3 എയർക്രാഫ്റ്റും കൂടി ഓപ്പറേഷൻ ഫ്ലീറ്റിലേക്ക് കമ്പനി ആഡ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. നാറ്റ്കോ ഫാർമ ഡൽഹി ഹൈക്കോർട്ടിന്റെ ഭാഗത്ത് നിന്നും കമ്പനിയുടെ സ്പൈനൽ മസ്കുലർ അത്രോപ്പതിയെ ട്രീറ്റ് ചെയ്യുന്ന റിസ്ട്രിപ്ലാം എന്ന മരുന്നിന് ഇന്ത്യയിൽ വിപണനത്തിനുള്ള അനുമതി നൽകുകയുണ്ടായി. ഫാർമ സ്റ്റോക്സ് US സെനറ്റിന്റെ ഭാഗത്ത് നിന്നും ബയോസെക്യൂർ ആക്ട് പാസാക്കുകയുണ്ടായി. ഈ ആക്ട് പ്രകാരം US-ലെ ഫെഡറൽ ഏജൻസികൾക്ക് ചൈനയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ബയോ എക്യുപ്മെന്റിന്റെ പ്രൊക്യൂറിംഗ്, കോൺട്രാക്ടിംഗ് കൂടാതെ സർവീസുമായി ബന്ധപ്പെട്ട് നിരോധനം പാസാക്കുകയുണ്ടായി. തന്മൂലം അത് ഇന്ന് ഇന്ത്യൻ ഫാർമ സ്റ്റോക്കുകളിൽ 5% റാലിക്കും കാരണമായി മാറുകയുണ്ടായി. വിവോക് ഇന്ത്യ ഇന്ന് IPO NSE പ്ലാറ്റ്ഫോമിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ആണ് രേഖപ്പെടുത്തുകയുണ്ടായത്. തുടർന്ന് ഇൻട്രാഡേ ബേസിസിൽ 5% ഇടിവും സ്റ്റോക്കിൽ ദൃശ്യമായി. മിഡ് വെസ്റ്റ് IPOയുടെ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യുകയുണ്ടായി. 1014 രൂപ മുതൽ 1065 രൂപ പെർ ഷെയർ എന്ന നിലയിലായിട്ടാണ്. ഒക്ടോബർ 15 ഓപ്പൺ ആവുന്ന IPO സബ്സ്ക്രിപ്ഷൻ ഒക്ടോബർ 17 കൂടിയിട്ട് ക്ലോസ് ആവുകയും ചെയ്യും. TCS ലോകത്തിലെ വെച്ച് ഏറ്റവും വലിയ AI ലെഡ് ടെക്നോളജി സർവീസ് കമ്പനിയായിട്ട് മാറാനുള്ള കമ്പനിയുടെ പ്ലാനിന്റെ ഭാഗമായിട്ട് $6 ബില്യൺ മുടക്കിക്കൊണ്ട് ഇന്ത്യയിൽ AI ഡാറ്റാ സെന്റർ കമ്പനി ആരംഭിക്കുമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. മാത്രമല്ല ഈ ഒരു പ്ലാൻ വരാൻ പോകുന്ന 5 മുതൽ 7 വർഷം കൊണ്ടായിരിക്കും നടപ്പിലാക്കുക. ടാറ്റ കമ്മ്യൂണിക്കേഷൻസ് TCSന്റെ ഭാഗത്ത് നിന്നും $6 ബില്യൺ മുടക്കിക്കൊണ്ട് AI ഡാറ്റാ സെന്ററിന്റെ ഇനീഷ്യേറ്റീവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കണക്ടിവിറ്റി ആൻഡ് ക്ലൗഡ് സൊല്യൂഷൻ ബിസിനസിന്റെ ബൂസ്റ്റ്
അത് ടാറ്റ കമ്മ്യൂണിക്കേഷൻസിന് ബെനിഫിറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തുടർന്ന് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 15% റാലിയാണ് അനുഭവപ്പെടുകയുണ്ടായത്. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.